നമസ്കാരം, ഞാൻ വിനോദ്. ഫൈനി സ്റ്റഡീസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ചില മാത്സ് പസിൽസ് ആണ്. മത്സര പരീക്ഷകൾക്ക് സാധാരണയായി ചോദിക്കുന്നതാണ്. നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കിടക്കാം. 3, 8, പിന്നെ ഇവിടെ വരുന്ന സംഖ്യ ഏതെന്നാണ് കണ്ടുപിടിക്കുന്നത്. പിന്നെ 48, 120 ഇങ്ങനെ പസിൽ വരും. ഇവിടെ ഏത് സംഖ്യ വരും എന്ന് കണ്ടുപിടിക്കണം. നിങ്ങളൊന്ന് നോക്കിയേ, ഇത് 3 ആണ്. അതിന്റെ പ്രത്യേകത എല്ലാം പിന്നെ 3 ഏത് രീതിയിലാണ് ഈ സംഖ്യകൾ ക്രമീകരിച്ചിരിക്കുന്നതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 3 എന്ന് പറയുമ്പം 2 സ്ക്വയർ എത്രയാണ്? 4. അതിൽ നിന്ന് 1 കുറച്ച് 2 സ്ക്വയർ മൈനസ് 1 എന്ന് പറയുമ്പോൾ 3 കിട്ടിയില്ലേ? 3 കിട്ടി. അതുപോലെ ഇതോ, ഇപ്പൊ 2 സ്ക്വയർ, ഇത് 3 സ്ക്വയർ എത്രയാണ്? 3 സ്ക്വയർ എത്രയാണോ? 9. അതിൽ നിന്ന് 1 കുറച്ചാൽ എത്രയാണ്? 8 കിട്ടി അല്ലെ? 3, 9, 9 നിന്ന് 8 കണ്ടോ. അപ്പോൾ ഇത് ഇവിടെ നിൽക്കട്ടെ. നമുക്ക് ഇതിപ്പോ പെട്ടെന്ന് കണ്ടുപിടിച്ചാൽ തെറ്റിപ്പോകും. 2, 3 അടുത്ത് 4 സ്ക്വയർ എന്ന് വെച്ചാൽ എത്ര? 4, 16, 16 എന്ന് 15 എന്ന് ഇവിടെ എഴുതിയ ഉത്തരം തെറ്റും. കാരണം ഈ മൊത്തത്തിൽ നോക്കിയാലേ നമുക്ക് അത് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇത് നോക്കണം. ഈ 48 എന്നുള്ളത് എങ്ങനെയാണ്? 48 7 ഇൻറ്റു 7 സ്ക്വയർ 48. 7 സ്ക്വയർ എത്രയാണ്? 7, 49. അതിൽ നിന്ന് 1 കുറച്ചാല് 48 കണ്ടോ. 48 കിട്ടിയില്ലേ? അപ്പം ഇത് 7 സ്ക്വയർ ആണ്. ഇവിടെ 7 സ്ക്വയർ. ഇത് എത്രയായിരിക്കും? ഇപ്പൊ 2, 3 ഇനി ഇവിടെ വന്നില്ല. ഇവിടെ 7 സ്ക്വയർ. അടുത്ത 8 സ്ക്വയർ എത്രയാണ്? 8, 64 നിന്ന് 63. പക്ഷെ ഇവിടെ 120. അതല്ല. 9 സ്ക്വയർ എത്രയാണ്? 81. 9 നിന്ന് 80. അതുമല്ല. പിന്നെ 10 സ്ക്വയർ 100. 100 നിന്ന് 99. അതുമല്ല. പിന്നെ എത്രയാണ്? 11 സ്ക്വയർ 121. അതിൽ നിന്ന് 1 കുറച്ച് 120. അതിപ്പോ ഇത് 11 സ്ക്വയർ മൈനസ് 1. അപ്പൊ നോക്കണം, ഇനി പ്രത്യേകത നോക്കണം. 2 സ്ക്വയർ മൈനസ് 1 3 ഇവിടെ എഴുതി. 3 സ്ക്വയർ മൈനസ് 1 8 ഇവിടെ എഴുതി. ഇവിടെയാണ് 7 സ്ക്വയർ മൈനസ് 1 48 ഇവിടെ എഴുതി. ഇവിടെ 11 സ്ക്വയർ മൈനസ് 1 120 എഴുതി. അപ്പൊ ഇതിന് ഇങ്ങനെയായിരിക്കും. നോക്കി 2, 3, 4, 5, 6 അങ്ങനെയല്ല. പിന്നെയോ 2, 3 ഇത് ഈവൻ നമ്പേഴ്സ് മാത്രമല്ല. 2 ഈവൻ നമ്പേഴ്സ് ആണ്. 2, 4, 6, 8 പറഞ്ഞത് ഓഡ് നമ്പേഴ്സ്, അല്ലാതെ ഒറ്റ സംഖ്യകളല്ല. 3, 5, 7 അങ്ങനെയല്ല. പിന്നെ എന്താ പ്രത്യേകത? 2, 3 പിന്നെയോ ഇവിടെ 7, 11 അത് പ്രൈം നമ്പേഴ്സ് ആണ് അല്ലെ. 2 കഴിഞ്ഞാൽ 3, 3 കഴിഞ്ഞാൽ 5 ആണ് ഇവിടെ വരേണ്ടത്. ഇവിടെ പിന്നെ 7 കഴിഞ്ഞാലുള്ള അടുത്ത പ്രൈം നമ്പർ 11 അല്ലേ. അതാ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇടയ്ക്ക് വിട്ടുപോയത് ഏതാണ് പ്രൈം നമ്പർ? 5. 5 സ്ക്വയർ എത്രയാണ്? 2, 3, 5. 5 സ്ക്വയർ എത്രയാണ്? 5, 25. 25 നിന്ന് 24. അപ്പൊ ഇവിടെ എത്ര വരണം? 24 ഇതുണ്ടോ. 5 സ്ക്വയർ മൈനസ് 1. 5, 5 ഗുണം 5 25. 25, 24. പിന്നെ 7 അടുത്ത പ്രൈം നമ്പർ 7 ആണല്ലോ. 7 അടുത്ത പ്രൈം നമ്പർ 11 ആണ്. അപ്പൊ പ്രൈം നമ്പറുകളുടെ സ്ക്വയറിൽ നിന്ന് 1 പറയുന്നതാണ് ഈ പസിൽ അല്ലേ. അപ്പൊ ഇവിടെ 24 എന്ന് വരും. ഇതൊന്ന് നമ്മൾ ഈ ക്രമം ഇവിടെ ചാടി നമ്മൾ 5 എഴുതല്ലേ. ചിലപ്പോൾ ഇത് ഉത്തരം തെറ്റിപ്പോയെന്നിരിക്കാം. അപ്പോൾ 2, 3, 4 എന്ന് എഴുതിയാൽ 4 സ്ക്വയർ 4, 16 നിന്ന് 15 എന്ന് എഴുതിയ ഉത്തരം തെറ്റൂലേ. പ്രൈം നമ്പറാണ്. അതുകൊണ്ട് 4 പ്രൈം നമ്പർ അല്ല. അതുകൊണ്ട് 5 ആണ് വേണ്ടത്. ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. നമുക്ക് ഇനി വേറെ ഒരെണ്ണം നോക്കാം. ഉണ്ടോ 6, 6, 6, 6 സമം 24. 2, 2, 2 സമം 0, 0. 4, 4, 4 സമം 0, 8. 8, 8, 8, 8 സമം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇത് എങ്ങനെയാണെന്ന് നോക്കിയേ. ഇതാ ഈ 6ഉം ആദ്യത്തെ 6, 6 കൂടെ ഗുണിച്ചാൽ എത്ര വരും? 6, 6, 36 മൈനസ് ഈ 6, 6 ഇത് രണ്ടും കൂടെ കൂട്ടിക്ക്. 6, 6 എത്രയാണ്? 12. 36 നിന്ന് 12 കുറച്ചപ്പോൾ 24 കിട്ടി. അപ്പൊ എങ്ങനെയാണ്? ആദ്യത്തെ 2 സംഖ്യ തമ്മിൽ ഗുണിക്കുക, രണ്ടാമത്തെ തമ്മിൽ കൂട്ടുക, രണ്ടാമത് തമ്മിൽ വ്യത്യാസം കാണുക അല്ലെ. അപ്പൊ ഈ 2 ഗുണം 2 എത്രയാണ്? 4 മൈനസ് 2 2 കൂടെ കൂട്ടിക്ക് 4 കണ്ടോ. 4 0 അല്ലേ. അതെ. ഇതോ 4 ഇൻറ്റു 4 16. 4 പ്ലസ് 4 8. ആ 16 8 പോയാൽ 8 കണ്ടു. അത്രയും കിട്ടി. അപ്പൊ ഇതെങ്ങനെ വരും? 8 ഇൻറ്റു 8 64. 8 പ്ലസ് 8 16. അപ്പം 64 16 കുറച്ച് എത്രയാണ്? 48. ശരിയല്ലേ. അപ്പം ആദ്യത്തെ 2 തമ്മിൽ ഗുണിക്കുക, രണ്ടാമത്തെ തമ്മിൽ കൂട്ടുക, രണ്ടാമത് തമ്മിലുള്ള വ്യത്യാസം കാണുന്നതായിരിക്കും ഇവിടെ. ഈ പസിൽ ഇങ്ങനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കുറേ എണ്ണം ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പസിൽ പെട്ടെന്ന് പരീക്ഷയ്ക്ക് ഉത്തരം എഴുതാൻ പറ്റും. അല്ലെ കുറേ സമയം നമ്മളിങ്ങനെ കണ്ടോ 6, 6, 6, 6, 24 ഇങ്ങനെ ഒരു എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും അല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള നിരവധിയായ ചോദ്യങ്ങളുണ്ട്. അതിൽ 1, 2 എണ്ണം മാത്രമാണിത്. ഇനി അടുത്ത ക്ലാസ്സുകളിൽ അടുത്ത പസിൽസ് ഒക്കെ ആയിട്ട് വരാം.